ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് ബി.ജെ.പി. വക്താവ് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ.വി. ബാബു, കോൺഗ്രസ് പ്രതിനിധി പ്രൊഫസർ റോണി കെ ബേബി, ഇടത് പ്രതിനിധി അഡ്വക്കേറ്റ് സതീഷ് വസന്ത് എന്നിവരാണ്. ആദ്യം അഡ്വക്കേറ്റ് സതീഷ് വസന്തിലേക്കാണ് പോകുന്നത്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഈ ദേശഭക്തി ഗാനത്തിലും ഒരു തരത്തിൽ രാഷ്ട്രീയ പക തീർക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് പറയേണ്ടി വന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ സ്കൂളിനെതിരെ പോലും നടപടിയെടുക്കാൻ പോകുകയാണ്. എളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിനെതിരെ മന്ത്രി ശിവൻകുട്ടിയുടെ ഭീഷണി വന്നിരിക്കുകയാണ്. NOC റദ്ദാക്കുമെന്നാണ് ഭീഷണി. ഈ വരികളിൽ എന്താണ് സാർ പ്രശ്നം? നിരിമ, ഈ വരികളിലൊന്നും പ്രശ്നമൊന്നുമില്ല, എഴുതിയവർക്കും പ്രശ്നമൊന്നുമില്ല. പക്ഷേ എവിടെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലാണ് പ്രശ്നം വരുന്നത്. നോക്കൂ, ഇന്ത്യയുടെ ഒരു വലിയൊരു കേരളത്തിന് അഭിമാനമായ വന്ദേ ഭാരത് എറണാകുളം ബാംഗ്ലൂർ ട്രെയിനിൽ വെച്ച് കുട്ടികൾ പാടിയാണല്ലോ ഈ പ്രശ്നത്തിൽ ഇടയാക്കിയത്. നോക്കൂ, അത് കുട്ടികൾ പാടി അവിടെ വിട്ടിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അവിടെ റെയിൽവേ അവരെ സൈറ്റിലിടുകയാണ് ഈ ഗാനം. നോക്കൂ, ഈ ഗാനം എവിടെയാണ് നിങ്ങൾ ദേശഭക്തി ഗാനമായിട്ട് എന്നാണ് നിങ്ങൾ അംഗീകരിച്ചിട്ടുള്ളതെന്ന് എനിക്കറിഞ്ഞിട്ടില്ല. അപ്പം RSS അല്ലെങ്കിൽ BJP-ക്കാർ അവരെ സ്ഥലത്ത് പാടുന്ന ഈ ഗണനായകം ഈ പാട്ട്, അത് ഒരു നികുതി കൊടുക്കുന്ന ഇന്ത്യക്കകത്ത് നാനാ മതസ്ഥരും നാനാ ജാതിക്കാരും കൊടുക്കുന്ന നികുതി കൊടുക്കുന്ന ഒരു സംയുക്ത സംരംഭത്തിൽ എന്തിനാണ് ഈ പാട്ട് പാടുന്നത്? നോക്കൂ, ഇത് അതുകൊണ്ടാണ് ഇത് പ്രശ്നമായത്. അല്ലാതെ വേറെ നിങ്ങൾ പാടിയുണ്ടോ? ഈ ഗാനം നിരോധിച്ചിട്ടൊന്നുമില്ല, ഇന്ത്യക്കകത്ത് ലോകത്ത് എവിടെ നിരോധിച്ചിട്ടില്ല. നീലിമ, ഈ നമ്മളെ സന്ദർഭമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തിനാണ് അവിടെ പാടുന്നത്? എന്താണ് ഈ റെയിൽവേ എന്ന് പറയുന്നത് ഒരു മതസ്ഥര ഇതാണോ? ഇല്ലല്ലോ. ഇത് വന്ദേ ഭാരത് എന്ന് പറയുന്ന ട്രെയിന് കേന്ദ്ര ഗവൺമെൻറ്, അത് കേന്ദ്ര ഗവൺമെൻറ് ആര് ഭരിച്ചാലും ഉണ്ടാവുന്ന ഒരു പരിണിത ഫലത്തിലാണ് റെയിൽവേ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ എന്തിനാണ് ഈ മതത്തിൻ്റെ ഇത് കൊണ്ടുവരുന്നത്? ഒരാവശ്യമില്ലെന്നേ. ഞാൻ പറയുന്നത് ഇപ്പം വന്ദേ ഭാരത് ഇതുപോലെ തന്നെയല്ലേ നേരത്തെ ഇവിടുത്തെ കേരളത്തിൽ. താങ്കൾക്ക് ഈ പറയുന്ന ഗണഗീതത്തിലെ വരികൾ അറിയാമോ? RSS-ന്റെ ശാഖകളിൽ പാടുന്നുണ്ട്. ഇത് മാത്രമല്ല, ദേശഭക്തി തുളുമ്പുന്ന ഒട്ടേറെ ഗാനങ്ങൾ RSS-ന്റെ സംഘശാഖകളിൽ പാടുന്നുണ്ട്. അതിൽ ONV എഴുതിയതുണ്ട്, ശ്രീനാരായണ ഗുരു എഴുതിയ ദൈവദശകം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. താങ്കൾ ഈ പറയുന്ന ഈ ഗണഗീതം ചൊല്ലി എന്നത് പറഞ്ഞായിരുന്നു ഈ വിവാദത്തിന്റെ ഒക്കെ തുടക്കം. ഇപ്പോൾ താങ്കൾ പറയുന്നത് അത് ആ ഗാനത്തിൽ പ്രശ്നമില്ല, പാടിയത് പ്രശ്നമില്ല. അപ്പോൾ എവിടെയാണ് പ്രശ്നം? റെയിൽവേ സദേൺ റെയിൽവേ അത്തരത്തിൽ ഒരു എക്സ്പോസ്റ്റ് ഇട്ടതാണോ നിങ്ങളുടെ പ്രശ്നം? അല്ല, പ്രശ്നം അതിൽ വരുമോ നീലിമ? ഞാൻ പറയുന്നത് ഇപ്പോൾ റെയിൽവേ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാത്തിനും ഒരു എന്താണ് രാഷ്ട്രീയം ചെവക്കൊണ്ട്, രാഷ്ട്രീയം എന്നല്ല, ഒരു ഹിന്ദുത്വ അജണ്ട നടപ്പിൽ. ഞാൻ ഒരിക്കലും ബഹുമാനപ്പെട്ട ഗവർണർ, കേരള ഗവർണർ അവിടെ ഒരു പരിപാടി നടത്തുന്നു. അത് പൊതുപരിപാടിയാണ്. ആ പൊതുപരിപാടിയിൽ നോക്കൂ, ഭാരതാംബ ആരാണ് തള്ളിപ്പറയാനൊന്നുമില്ല. ഭാരതാംബയുടെ കയ്യിലിരിക്കുന്ന കൊടിയുടെ നിറമാണ് പ്രശ്നം. അത് എന്താണ്, കാവിക്കൊടി പിടിക്കുന്ന ഒരു ഭാരതാംബയെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളതൊക്കെ കാവ്യവൽക്കരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളിലേക്ക് വരുന്ന നീലിമ. അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് അവിടെ എത്ര ദേശഭക്തി വന്ദേ ഭാരതമാണ് പാടായിരുന്നല്ലോ. നിങ്ങൾ പറയും അത് എന്തെങ്ങനെ ദേശീയ ഗാനം പാടായിരുന്നല്ലോ, ജനഗണമന പാടായിരുന്നല്ലോ. അതൊന്നും അല്ലല്ലോ, നിങ്ങളെല്ലാം കാവ്യവൽക്കുന്നത്. അതുകൊണ്ടാണ് നാഷണൽ നമ്മളെ വിദ്യാഭ്യാസ ദേശീയ ഈ പരമപവിത്രമദാമി മണ്ണിൽ എന്ന് പറയുന്ന ആ ഗാനത്തിൽ എവിടെയാണ് ഒരു മതത്തെ പ്രതിനിധീകരിക്കുന്നത്? എവിടെയാണ് ഒരു വാക്ക്, അതിൽ നിന്ന് ഒരു വാക്ക് താങ്കൾക്ക് എടുത്തു പറയാൻ കഴിയും? ഇത് ഹിന്ദു മതത്തെ പ്രതിനിധീകരിക്കുന്നു, RSS ഇത് വെച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ നടക്കുന്നു എന്ന ഒരു വാക്ക്, ഒരു വരി താങ്കൾക്ക് അതിൽ വരികൾ എന്താണ്? ക്രിസ്ത്യൻസ് പാടുന്നുണ്ടോ, അല്ലെങ്കിൽ മുസ്ലിംസ് പാടുന്നുണ്ടോ, അല്ലെങ്കിൽ ജൈനമതകൾ പാടുന്നുണ്ടോ, അത് പഞ്ചാബീസ് പാടുന്നുണ്ടോ? നിങ്ങൾ എവിടെയാണ് പാടുന്നത് കേൾക്കുന്നത്? നിങ്ങൾ എവിടെയാണ് പറയുന്നത്? നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ പറയുന്നതെല്ലാം ശരിയെന്നാണ് പറയുന്നത്. അതല്ലേ ഭാരതാംബയുടെ കയ്യിൽ ഒരു കാവിക്കൊടി കൊടുത്തിട്ട് പറയുന്നത്? ഇത് ഭാരതാംബയല്ലേ പിടിച്ചിരിക്കുന്നത് കാവിക്കൊടി? എന്താണ് ഭാരതാംബ എവിടെയാണ് കാവിക്കൊടി പിടിച്ച് നിങ്ങൾ കണ്ടിട്ടുള്ളത്? നിങ്ങൾ ദേശീയ പതാക വയ്ക്കൂ, കുഴപ്പമില്ല, പ്രശ്നമില്ല. ഭാരതാംബയുടെ കയ്യിൽ ദേശീയ പതാക വെച്ചുകൊണ്ടിരുന്നെങ്കിൽ
പ്രശ്നമില്ലായിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട ശ്രീ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ലേ? എന്തിനാണ് അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നത്? ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു ഫംഗ്ഷൻ ഇപ്പോൾ RSSൻ്റെ BJP ഫംഗ്ഷനിൽ നിങ്ങൾ ഭാരതാംബയിലെ കാവിക്കൊടിയോ വേറെ ഏത് കൊടി കൊടുത്താലും നമുക്ക് പ്രശ്നമില്ല. ഈ ഒരു സന്ദർഭം ഞാൻ പറയുന്നത് ഈ ഇത് വന്ദേ ഭാരത് ട്രെയിനിൽ എന്തിനാണ് ഈ കുട്ടികളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്? അത് ഞാൻ പറയുന്നത് ഇപ്പം BJPയുടെയോ RSSൻ്റെയോ ഫണ്ട് ഉപയോഗിച്ചാണ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതെന്ന് പറയുന്നത് ഇന്ത്യക്കകത്തുള്ള നാനാ മതസ്ഥരെയും നാനാ ജാതിക്കാരെയും വാങ്ങിക്കുന്ന നികുതി പണം ഉപയോഗിച്ചാണ് ഈ ട്രെയിൻ ഉണ്ടാക്കുന്നത്. അല്ലാതെ ആരെയും വീട്ടിലെ സ്വത്തൊന്നുമല്ല. സതീഷ് വസന്ത്, ഈ കുട്ടികൾ പാട്ട് പാടിയതിനെയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള ദേശഭക്തി ഗാനങ്ങൾ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് പാടാൻ ഇവിടെ അവകാശമില്ല. അല്ല, ഇന്ത്യ ഞാൻ നിങ്ങൾ സ്വന്തം രാജ്യം ഇന്ത്യ പാകിസ്ഥാനെ പോലെ അഫ്ഗാനിസ്ഥാനെ പോലെ അല്ലെങ്കിൽ സൗദി അറേബ്യയെ പോലെയാണ് ഇന്ത്യയുടെ ഇത് പ്രിയാമ്പിൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അല്ലല്ലോ, ഇവിടെ ജനാധിപത്യ രാഷ്ട്രമാണ്. ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ നാനാ ജാതിക്കാർക്ക് നാനാ മതക്കാർക്ക് വിവിധങ്ങളായ ഭക്ഷണങ്ങൾ ഈ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഭാഗമായ കേരളത്തിൽ കുറച്ച് വർഷങ്ങൾക്കൊന്ന് പിന്നോട്ട് പോയാൽ KM മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതിനെതിരെ നിയമസഭയിൽ വലിയ പ്രതിഷേധം നടന്നല്ലോ LDFന്റെ ആഭിമുഖ്യത്തിൽ. അന്ന് LDFന്റെ MLA മാർ നിയമസഭയ്ക്ക് അകത്ത് കുത്തിയിരുന്ന് പാടിയ വരികൾ താങ്കൾക്ക് ഓർമ്മയുണ്ടോ? ബലികുടീരങ്ങളെ എന്ന് തുടങ്ങുന്ന വിപ്ലവ ഗാനങ്ങൾ അവിടെ നിയമസഭയിൽ ആലപിക്കാൻ ആരാണ് അനുമതി നൽകിയത്? അവിടെ അന്ന് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? അന്ന് അത് വളരെ കൃത്യമായി ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ പ്രചാരണ ആയുധമായി ഉപയോഗിക്കുന്ന ബലികുടീരങ്ങളെ എന്ന് പറയുന്ന വിപ്ലവ ഗാനം നിയമസഭയ്ക്കകത്ത് നിങ്ങൾക്ക് പാടാൻ കഴിഞ്ഞു. അതൊന്നുമല്ലല്ലോ ഈ കുഞ്ഞുങ്ങൾ പാടിയത്. അവർ പൂർണ്ണമായും ഓരോ വരിയിലും ഓരോ വാക്കിലും ദേശീയത തുളുമ്പുന്ന ഭാരതത്തിന്റെ അമ്മയോട്, ഭാരതാംബയോട് വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആ വാക്കുകൾ മാത്രമാണ് അവർ പാടിയിട്ടുള്ളത്. അതിനെ നിങ്ങൾ മറ്റു ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഇതിനെ വഴിതിരിച്ചു വിടാൻ നടത്തുന്നതിന്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ 2 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങയിലേക്ക് വരാം.